ഏലം കർഷകർക്ക് കൈത്താങ്ങായി പാരാമെട്രിക് ഇൻഷുറൻസ് പരിരക്ഷയുമായി ബജാജ് അലയൻസ്. വിവിധ പ്രകൃതി പ്രതിഭാസങ്ങളാൽ ഏലം കൃഷിക്കുണ്ടാകുന്ന നാശനഷ്ടം കണക്കാക്കിയാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഏലം കർഷകർക്കായി ഇഷ്ടാനുസൃതമാക്കിയ എക്സ്ക്ലൂസീവ് ഇൻഷുറൻസ് പരിരക്ഷയുമായിട്ടാണ് ബജാജ് അലയൻസ് GAC എത്തിയിരിക്കുന്നത്. കേരളത്തിൽ പദ്ധതിയുടെ തുടക്കമിടുന്നത് ഇടുക്കി ജില്ലയിലാണ്. പാരാമെട്രിക് പരിഹാരങ്ങൾ, താപനില വ്യതിയാനങ്ങൾ, അധിക മഴ, ചുഴലിക്കാറ്റുകൾ, താപതരംഗങ്ങൾ, കാറ്റ് മൂലമുണ്ടാകുന്ന കൃഷിനാശം മുതലായവയിൽ ഏലം വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു. ഏക്കറിന് 2 ലക്ഷം വീതമാണ് ലഭ്യമാകുന്നത്. ഏലം വിളകളുടെ വളർച്ചയെ തടസ്സപ്പെടുന്ന താപനിലയുടെയും കമ്മി മഴയുടെയും കാലാവസ്ഥ അടിസ്ഥാനത്തിലുള്ള കവറേജ് തുടങ്ങിയവ കർഷകർക്ക് ലഭിക്കും. டெம்பரேச்சரும் பிளஸ் டெபிசிட் ரெயின்ஃபால்னாலையும் நம்ம கார்டமம் பிளான்ட்ஸுக்கு அஃபெக்ட் ஆகிற ரிஸ்க் எல்லாத்தையும் கவர் பண்றதுக்காக கொண்டு வந்திருக்கோம். இதுல மேனுவல் இன்டர்வென்ஷன் எதுவும் கிடையாது. எவ்வளவு டேமேஜ் ஆயிருக்கு 70% 100% அதை போய் அசஸ் பண்றதோ இன்ஸ்பெக்ஷன் பண்ணவோ தேவையில்லை. இது எல்லாமே மேனுவல் இன்டர்வென்ஷன் இல்லாத இந்தியன் மீட்ராலஜிக்கல் டிபார்ட்மெண்டோட டெம்பரேச்சர் அண்ட் ரெயின்ஃபால் டேட்டா வச்சுனா அதில் எவ்வளோ டெபிசிட் ஆயிருக்குங்கிறத வச்சு நம்ம காம்பன்சேஷன் പ്രൊവൈഡ് പண்றோம். ആധാർ കാർഡിന്റെ പകർപ്പ്, റദ്ദാക്കിയ ചെക്ക് ലീഫ്, ബാങ്ക് പാസ്ബുക്കിന്റെ മുൻ പേജ്, ഏലം കൃഷി ചെയ്ത പ്രദേശത്തിന്റെ ഏറ്റവും പുതിയ ഭൂനികുതി രസീത്, കുടിശ്ശിക സർട്ടിഫിക്കറ്റ്, പാട്ടക്കരാർ തുടങ്ങിയ രേഖകൾ കൊണ്ടുവന്ന് കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ ഇപ്പം നിലവിലുള്ള ഇൻഷുറൻസിനെ കുറിച്ച് പറയാം. ഇപ്പം കേന്ദ്രത്തിന് ഇൻഷുറൻസ് ഉണ്ട്. അത് നമ്മൾ മാർച്ച് 31 മുമ്പായിട്ട് ചെയ്തു തീർക്കണം. എന്നാൽ ബജാജിൻ്റെ ആകുമ്പോൾ നമുക്ക് ഏത് സമയത്തും, ഒരു വർഷത്തിൽ ഏത് സമയത്തും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു വർഷത്തെ പീരീഡാണ് അതിലായത്. കഴിഞ്ഞ വർഷം സംഭവിച്ചത് ഇത് കാലാവസ്ഥ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ കാലാവസ്ഥയിലുള്ള നാശങ്ങളെ കവർ ചെയ്യത്തക്ക രീതിയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9447 050 103 9744796963 എന്നീ നമ്പറുകളിൽ രാജകുമാരി കട്ടപ്പന ഓഫീസുകളുമായി ബന്ധപ്പെടാം. വാർത്താ സമ്മേളനത്തിൽ ബജാജ് അലയൻസ് സോണൽ അഗ്രി ബിസിനസ് മാനേജർ ഉഷ ശ്രീനിവാസൻ, സാബു ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.